ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പാൽപുട്ട് ഉണ്ടാക്കണം എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് പാൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് രാവിലെ പുട്ടാണെന്ന്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ പുട്ടുപൊടിയാണ്. നല്ല പുട്ടുപൊടിയാണ് കേട്ടോ, എലൈറ്റിൻ്റെ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നല്ല. അതുപോലെ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലാണ് പാൽപുട്ടിന് ശരിക്കും ഒറിജിനൽ ടേസ്റ്റ് വന്നിട്ട് തേങ്ങാപ്പാലാണ് ഇത്രേ. ഞാൻ പാൽപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. അതാകുമ്പോൾ ഹെൽത്തിയും ആണല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി വെച്ചു. പിന്നെ ബാക്കിയുള്ള പാലും തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഉലർന്ന് കിട്ടുമേ. അതിലേക്ക് ഞാൻ പുട്ടിന് ഇന്ന് സാധാരണ ചെറുപയർ കറിയാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാനിവിടെ മസാലയാണ്, വെജിറ്റബിൾ മസാലയാണ് ഉണ്ടാക്കിയത്. ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളി പച്ചമുളക് എല്ലാം കൂടി കുക്കറിൽ ഒരു 4-5 വിസിലിടുക. അതിലേക്ക് താളിച്ചിട്ട് ഇങ്ങനെ കൂട്ടുക കേട്ടോ. കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ്, കടുക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ മസാലയായി. അപ്പോൾ ഇതിലേക്ക് പിന്നെ ക്യാരറ്റ് ചീവിയതും, ക്യാരറ്റ് നന്നായി ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഒരു സ്പൂൺ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് കടിക്കാൻ എന്തെങ്കിലും കിട്ടണം പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ തേങ്ങ ആർക്കും ഇഷ്ടമല്ല ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഇടുക. എന്നിട്ട് പുട്ടുപൊടി നന്നായി ഉലർത്തിയിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കില്ല അതുപോലെ പുട്ടുണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് മേലെയും വെച്ചു. എന്നിട്ട് പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് ആവി വെച്ചിട്ട് എടുക്കുക. വേഗമാവും. നല്ല മണം വരുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട്, അതിൻ്റേതായിട്ടുള്ള ആ ഒരു മണമുണ്ട്. സിദ്ധുവിന് പിന്നെ പുട്ട് ഇഷ്ടമല്ല, തേങ്ങ ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. ഉപ്പേരിയിലൊന്നും തേങ്ങ ഇടാനേ അവൻ സമ്മതിക്കാറില്ല. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, വേഗം ആവും ചെയ്യുന്നുണ്ട്. ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഹെൽത്തി ആണല്ലോ, പുട്ട് പറഞ്ഞാൽ പിന്നെ നല്ലതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ